KGF 1, 2, സലാർ എന്ന സിനിമകൾക്ക് ശേഷം പ്രശാന്ത് നീലിൻ്റെ പുതിയ പടം വരാൻ പോവാണ് ഡ്രാഗൺ. ഇന്നലെ ജൂനിയർ NTRൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ്, ഒരു 4 മിനിറ്റിൻ്റെ ഒരു ഗ്ലിംസ് ഇറക്കിയിരുന്നു. എന്താണ് സ്റ്റോറി ലൈൻ, എങ്ങനെയാണ് ഈ സ്റ്റോറി പോകാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നല്ല ഗംഭീരമായി തന്നെ ഒരു വിഷ്വലി നമുക്ക് കൺവേ ചെയ്തിട്ടുണ്ട് കിഡിലിനായിട്ട്. അത് ഏകദേശം നമ്മളെ സലാറിലും അതുപോലെ KGF ഉള്ള പോലെ ഒരുപാട് വില്ലന്മാരുണ്ട്. അവരെ എതിർത്തൊക്കെ ഒരു നായകനായിട്ട് NTRനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് വൈസ് ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ആ സ്ഥിരം ക്ലീഷേ അതായത് ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കേണ്ട സമയമായി. ഇനി ഇതിൽ എനിക്ക് പറയാൻ വന്ന കാര്യം ഞാൻ പറയാം. സലാറിൽ പ്രഭാസിനെ പ്രസൻറ്റ് ചെയ്ത രീതി ഉണ്ട്. അത് പ്രസൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് മുമ്പുള്ള സിനിമകളിലൊക്കെയുള്ള കോലം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പറ്റ ബോഡി പറ്റും. പക്ഷേ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ NTRൻ്റെ കോലം കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. ബോഡി സെറ്റായിട്ടുണ്ട്, പക്ക ബോഡി. പക്ഷേ ഫേസ് കണ്ട ഇത് NTR ആണോ, ജൂനിയർ NTR ആണോ എന്ന് ചോദിക്കാൻ പോണു. അങ്ങനത്തെ ഒരു ലുക്ക്, എന്തതിങ്ങനെ തീരെ വയ്യാത്ത ഒരു അവസ്ഥ. ആ ഫേസ് കാണുമ്പോൾ എന്തോ. ഇതിന് മുമ്പ് വന്ന ദേവര എന്ന് പറഞ്ഞ സിനിമത്തെ ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുട്ടൂര ലുക്ക്, ഭയങ്കര ഒരു ഭംഗിയുള്ള മുഖം അതിൽ. ഇതിലേക്ക് വന്നപ്പോൾ എന്തോ പോലെ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ് കണ്ടിട്ട്. എന്താ പറയുക, ഈ ഷുഗറൊക്കെ വന്ന് വയ്യാണ്ടായി പോയൊരു മനുഷ്യൻ എന്തിയായി. ഇങ്ങനെ ക്ഷീണിച്ചൊരു ലുക്കിലാണ് ഈ മൊത്തം ഫിലിമിൽ ഇത് വരാൻ പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് നെഗറ്റീവായി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഫാൻസിനാണെങ്കിലും നോർമൽ ഓഡിയൻസിനാണെങ്കിലും ഇദ്ദേഹത്തെ ഇങ്ങനെ കണ്ടിട്ടില്ല ഇതിനു മുമ്പേ. കാരണം വല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ച പോലെ ഉണ്ട് ഫേസൊക്കെ കാണുമ്പോൾ. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഇത് നമ്മളെ NTR ആണോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നി. അങ്ങനെയുണ്ട് ഫേസൊക്കെ കണ്ടിട്ട്. നിങ്ങൾക്കിത് തോന്നിയോ? തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.